മുൻ മന്ത്രിയും തൃപ്പൂണിത്തുറ എംഎൽഎയുമായ കെ ബാബു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു. അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. അതൊരു അസാധാരണമായ തീരുമാനമാണ്. അതായത് ഇത്തവണ മത്സരിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും അങ്ങ് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ പാർലമെന്ററി രംഗത്ത് നിന്ന് വിരമിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? തികച്ചും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ്. എനിക്ക് പാർട്ടി നേതൃത്വം പൂർണ്ണമായ പിന്തുണ പറഞ്ഞിരുന്നു. എന്നിൽ വലിയ വിശ്വാസമാണ് പാർട്ടി നേതൃത്വം പ്രകടിപ്പിച്ചിട്ടുള്ളത്. നിയോജകമണ്ഡലത്തിലും നല്ല വിജയസാധ്യതയുണ്ട്. പക്ഷേ വ്യക്തിപരമായ കാരണങ്ങളാൽ മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടി ഏറെക്കുറെ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. സാധാരണ ഇപ്പോഴാണെങ്കിൽ ആളുകൾ തുടർച്ചയായി, അതായത് തീരെ പറ്റാതാവുന്നത് വരെ മത്സരിക്കുന്ന ഒരു കാലമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനമായിട്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഞാൻ ഒരുക്കമല്ല. അതാണ് പ്രശ്നം. ഞാൻ പറയുന്നത് ഈ വീഴ്ചയാകുന്നവരെ മത്സരിക്കണം എന്നുള്ള നിലപാട് എനിക്കില്ല. അതുകൊണ്ടും കൂടിയാണ് മാറുന്നത്. പുതിയ ആളുകൾക്ക് അവസരം കിട്ടട്ടെ എന്നാണോ? അല്ലെങ്കിൽ അല്ല, പുതിയ ആളുകളാണല്ലോ വരാൻ പോകുന്നത്. ഞാൻ ഒരാൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ് മാറുമ്പോൾ വൈ വരും. അത് തുടർച്ചയാണല്ലോ. ഒരാളും അവിടെ പിന്തുടർച്ചക്കാരില്ലാതെ വരില്ല. ഇപ്പം നമ്മുടെ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ തന്നെ എനിക്ക് മുമ്പ് എത്രയോ ആളുകൾ വന്നുപോയി. അപ്പം ഇതൊരു ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും ഓരോ കാലഘട്ടത്തിൽ. അങ്ങനെ ചിന്തിക്കുന്നു, അതുകൊണ്ട് വിരമിക്കാൻ തീരുമാനിച്ചു. ഞാൻ വിരമിക്കാൻ തീരുമാനിച്ചു. വിജയസാധ്യത തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ വളരെ കൂടുതലുണ്ട്. ഇപ്പോൾ അങ്ങേ പോലെ ഒരു സാധ്യത ഉണ്ടാവും. അങ്ങ് മാറി നിൽക്കുമ്പോൾ മത്സരിക്കണം, നേതൃത്വം ആഗ്രഹിക്കുന്നത് മണ്ഡലം കൈവിടരുതെന്നുള്ളതുകൊണ്ടല്ലേ? അല്ല, ഞാൻ ആണ് ഏറ്റവും യോഗ്യൻ മത്സരിക്കാൻ എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എന്നെക്കാൾ യോഗ്യരായ ആളുകൾ വേറെയും കണ്ടെത്തും. അതേ വിശുദ്ധ സ്നാപയോഹന്നാൻ പറഞ്ഞൊരു വാചകം പറയാം: എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെറുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് സ്നാപയോഹന്നാൻ പറയുന്നത്. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അങ്ങയുടെ അനുഭവ സമ്പത്തുണ്ട്. പകരക്കാരെ ആരെങ്കിലും നിർദ്ദേശിക്കും. അപ്പം അങ്ങയുടെ പിന്മാറ്റത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ വന്ന സമയത്തെ പിഷാരടിയുടെ പേര്, ദീപക്, ഞാൻ ഒരാളുടെ പേരും നിർദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം പാർട്ടിക്കകത്തില്ല. ഞാൻ ആര് വന്നാലും ഞാൻ പിഷാരടിയുടെ പേര്, ദീപക് ജോയുടെ പേര്, ലിജുവിൻ്റെ പേര് ഒക്കെ പറഞ്ഞു. അവിടെ കുറേ അധികം പേരുടെ പേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആരുടെ പേരിനെയും പിന്താങ്ങുന്നില്ല, ആരെയും പിന്താങ്ങുന്നില്ല. പ്രത്യേകിച്ച് പാർട്ടി നേതൃത്വം ആരെ തീരുമാനിക്കുന്നു ആ ആൾ എൻ്റെ സ്ഥാനാർത്ഥി. അതുപോലെ ഈ പല സമവാക്യങ്ങൾ, ഈ സാമുദായിക സമവാക്യങ്ങൾ സ്വാഭാവികമായും പൊളിറ്റിക്സിലുണ്ട്. നമ്മളത് ഇപ്പം നിരാകരിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ അവിടെ പരിഗണിക്കും എന്ന് തന്നെയാണ്. അല്ല, സാമുദായ സമവാക്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പ്രധാന കാര്യം തന്നെയാണ്. ഇപ്പോൾ എറണാകുളത്ത് CPM പോലും ഒരു ആ സാമുദായ സമവാക്യം നോക്കിയിട്ടല്ലേ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുള്ളൂ. അത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും തൃപ്പൂണിത്തുറയിൽ UDF ഈ അങ്ങയുടെ വിജയ തുടർച്ച ഉറപ്പാക്കാൻ കഴിയും. തീർച്ചയായിട്ടും UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളേക്കാൾ അനുകൂലമായ ചില ഘടകങ്ങളുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അവിടെ ഇപ്പം കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും ശബരിമല വിഷയമൊക്കെ വളരെ ചർച്ചയായി. അവിടെ നാമജപ ഘോഷയാത്രയുടെ ഘട്ടത്തിലുമൊക്കെ ഒരുപക്ഷെ അങ്ങേക്കും അത് ഗുണകരമായി വന്നിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയമായി പലരും വിലയിരുത്തുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തവണയും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതും അല്ല, ശബരിമല പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും അന്നത്തെ രൂപത്തിലെങ്കിലും പുതിയ രൂപത്തിൽ ശക്തമായി നിൽക്കുകയല്ലേ. ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതിൽ സംശയം ജനങ്ങൾക്കെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയല്ലേ. ജനങ്ങൾക്ക് ശബരിമല വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കത്തക്ക വിധത്തിലുള്ള തൃപ്തികരമായൊരു തീരുമാനങ്ങൾ എടുക്കാനോ നടപ്പാക്കാനോ സാധിക്കുന്നില്ലല്ലോ ഒരു കാര്യത്തിലും. വേറൊരു പ്രശ്നമായി അവിടെ ഈ നഗരസഭ BJP ഇത്തവണ. അതിനകത്ത് ഒരു കാര്യമുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭ അല്ലല്ലോ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് സ്ഥലങ്ങൾ ഉൾപ്പെടുന്നത്. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJPക്ക് ചെറിയൊരു മുന്നേറ്റമുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു കാര്യം പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ തോറ്റത് പല സീറ്റുകളിലും 10-15 വോട്ടുകൾക്കാണ്. അപ്പോൾ BJPയുടെ വലിയൊരു മുന്നേറ്റം ഇനിയും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ ചില ധ്രുവീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ആർക്കുമില്ലാത്ത കാര്യമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമല്ലേ മാറുന്നുള്ളൂ, സംഘടനാ രംഗത്ത് മാറുന്നു. അത്രേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നാണ് പിന്മാറുന്നുള്ളൂ. സജീവമായി സംഘടനാ പ്രവർത്തനങ്ങളിൽ ഞാൻ ഉണ്ടാവും. വളരെ നന്ദി. അതാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഒപ്പം പക്ഷേ അദ്ദേഹം സജീവമായി സംഘടനാ രംഗത്തുണ്ടാകും. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തുകൊണ്ടാണ് ആ തീരുമാനം എന്ന് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. സബിൻ ജത്തിലിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.